അതായത് റമദാൻ ഒരു ഏറ്റവും കൂടുതൽ ഇസ്ലാമിക പ്രമാണങ്ങൾ ഊന്നൽ നൽകിയതും അള്ളാഹുവിന്റെ ലക്ഷ്യവും ആത്മീയപരമായ സംസ്കരണം തന്നെയാണ്. അതിലുപരി ആരോഗ്യപരമായും അതിന് നേട്ടമുണ്ട് എന്ന് പ്രവാചകർ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ജാമിഉ സഗീർ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ സൂമു വ തസിഹു എന്നാണ് പ്രവാചകർ പറഞ്ഞത്. അതായത് നിങ്ങൾ വ്രതം അനുഷ്ഠിക്കൂ, ആരോഗ്യം സിദ്ധിക്കൂ എന്നാണ്. പ്രവാചകർ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? വ്രതം എടുത്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൾറെഡി നമ്മൾ ടയർഡ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നോമ്പെടുത്തൽ കാരണമായിട്ട് ആരോഗ്യം കിട്ടുക? അത് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടം നോക്കിയാൽ സഹജീവികളാണ് ആ സന്ദേശം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. നമ്മളുടെ കോഴി, വീട്ടിലുള്ള കോഴി, നമ്മള് കണ്ടാൽ, നമ്മൾ ഏതെങ്കിലും ഒരു വഴി വിളിച്ച് കണ്ടാൽ നമ്മളിൽ നിന്ന് ഓടി അകലുന്ന കോഴി. 28 ദിവസത്തെ വ്രതാനുഷ്ഠാനം. വ്രതം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ചിന്തയിലോ പ്രവൃത്തിയിലോ മുഴുകുക എന്നതാണ് ഭാഷാർത്ഥം. ശബ്ദസാഗരം എന്ന ധ്യാനം പോലെ. അപ്പോൾ അങ്ങനെയുള്ള റെഫറൻസ് മലയാള ഡിക്ഷണറിയിൽ നമുക്കതിന്റെ അർത്ഥം മനസ്സിലാക്കാം. അങ്ങനെ 28 ദിവസം വ്രതം എടുത്ത കോഴി പിന്നീട് ഒരു കുഞ്ഞൊക്കെ ആയാൽ അങ്ങോട്ടേക്ക് അടുത്ത് ചെല്ലുമ്പോൾ നമ്മോട് കാണിക്കുന്ന പെരുമാറ്റ രീതി എന്താ? കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. തീർച്ചയായിട്ടും ഏകദേശം 6 മാസത്തെ വ്രതത്തിന് ശേഷം അവിടെ തന്നെ കുത്തിയിരുന്ന, അവിടെ തന്നെ ധ്യാനത്തിലിരുന്ന, ഫോർ എക്സാമ്പിൾ ആണ്, അവിടെ ഇരുന്ന പുഴു പിന്നീട് നല്ല ഒരു ചിത്രശലഭമായി മാറുന്നുണ്ട്. അപ്പൊ പല രീതിയിലെ വ്രതങ്ങൾ നമ്മുടെ ചുറ്റുവട്ടൊക്കെ നടക്കുന്നുണ്ട്. ചില മരങ്ങളെ പറ്റി തന്നെ, മരങ്ങളിലും സസ്യങ്ങളിലും പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഇലകളിലാണല്ലോ. ഈ ഉള്ളവനെ എടുത്തൊരു വായന വായിച്ചു. അതായത് ചില മരങ്ങൾ പ്രത്യേക സീസണുകളിൽ ഇലകളൊക്കെ പൊഴിഞ്ഞു പോകാറുണ്ട്, പിന്നീട് നല്ല രീതിയിൽ വീണ്ടും തളിർത്തു വരാറുണ്ട്. ശരിക്കും പറഞ്ഞാല് നമ്മളെ മുസ്ലിം ലോകം റമദാനിൽ ഹോട്ടൽ അടിച്ചു പൂട്ടും, പകല് ഹോട്ടൽ തുറക്കൂല. ഇത് തന്നെ മരങ്ങളിൽ സസ്യങ്ങൾ നടക്കും. ഇലകളൊക്കെ പോയാൽ പിന്നെ പ്രകാശ സംശ്ലേഷണം വഴി അവരുടെ പാചകം മറ്റു കാര്യങ്ങളൊന്നും നടക്കൂല. പിന്നീട് അത് വീണ്ടും തളിർത്തു വരികയാണ്. ഇത് നഷ്ടപ്പെടുന്നില്ല, കൂടുതൽ കരുത്തോടെ തിരിച്ചു വരികയാണ്. നമ്മുടെ സഹജീവികളിലാണ് നമുക്ക് കൂടുതൽ ഈ സന്ദേശം ലഭിക്കുന്നത്. നമ്മൾ നോക്കാറില്ല എന്നതാണ് സത്യം.